ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇത് 2 ദിവസത്തെ ഒരു വീഡിയോ ആണേ. ഞങ്ങൾ ട്രിപ്പ് പോകുന്നതിൻ്റെ അന്നത്തെയും അതിൻ്റെ തലേദിവസത്തെയും. തലേദിവസം രാവിലെ അനിയമാമൻ വീട്ടിലേക്ക് ഒന്ന് വന്നിരുന്നു. അത് കഴിഞ്ഞ് മൈലോയ്ക്കും മിലിക്കും ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയം 3 ദിവസം ഞങ്ങളില്ല. അപ്പം അവർക്ക് അതിനിടയിൽ ഇന്നിപ്പോൾ ഞങ്ങൾ തേഴ്സ്ഡേ ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ സാറ്റർഡേ പിന്നെ വന്ന് കൊടുത്താൽ മതി. അപ്പോൾ അവരെ ഗ്രൂം ചെയ്യിക്കുന്ന 2 പയ്യന്മാർ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അവർ തന്നെ വന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിലിക്ക് ഫുഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. മിലി മിണ്ടാതിരിക്കും. താഴത്തെ ഒരു ഗേറ്റ് പോലെ ഒരെണ്ണം ഉണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിത്ത് അവർ എക്സ്റ്റെൻഡഡ് ഫാമിലി. അപ്പോൾ നാളെയാണ് ആ ട്രിപ്പ്. നാളെ എന്ന് പറയുമ്പോൾ 18th ഈവനിങ് ആണ് ഞങ്ങൾ പോകുന്നത്. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, മോർ ലൈക്ക് എ പിൽഗ്രിമേജ് ആണ്. ഞങ്ങൾ ഇവിടുന്ന് നാളെ അതായത് 18th 6 o'clock സ്റ്റാർട്ട് ചെയ്യും. അമ്മയുടെ വീടാണ്, അമ്പലനഗറാണ് കോമൺ പിക്കപ്പ് പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ കസിൻസൊക്കെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ടാണ് പോകുന്നത്. ഒരു അർബേനിയ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞമ്മ വരുന്നില്ല. കുഞ്ഞമ്മയ്ക്ക് വേറെന്തോ ഒരു ഇതുണ്ട്. കുഞ്ഞമ്മയ്ക്ക് മധുര അമ്പലത്തിലെന്തോ പോകണം, മധുരയിലെ ഗുരുവായൂരോടെ പോകണം എന്നുള്ളത്. അപ്പോൾ കുഞ്ഞമ്മ വരുന്നില്ല. ബാക്കി അമ്മയുടെ കസിൻസും എല്ലാവരുമായിട്ടാണ് പോകുന്നത്. അനിമാമനൊക്കെ ഉണ്ട്. 3 അമ്പലങ്ങളാണ് ഞങ്ങൾ കവർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്: രാമേശ്വരം, തഞ്ചാവൂരും ചിദംബരവും. 18th 6 o'clock ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അവിടുന്ന്. പിന്നെ 19th രാമേശ്വരം, 20th തഞ്ചാവൂർ, 21st തിരിച്ചു വരും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് അമ്മയുടെ അടുത്ത് പോകുന്നില്ല, കാരണം അനൂപിന് മീറ്റിംഗ്സ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. നാളെ രാവിലെ ഒരു 10 മണിക്ക് മുന്നേ ആയിട്ട് ഞങ്ങൾ അമ്മയുടെ അടുത്ത് എത്തും. എൻ്റെ പാക്കിംഗ് ഒന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അനൂപിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോയി മേടിക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം പാക്കിംഗ് സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പെറ്റ്സിന് ഫുഡ് കൊടുക്കുന്ന കാര്യമാണ്. മിലിക്ക് കുഴപ്പമില്ല, മയിലും ആണെങ്കിൽ കുറച്ചൊന്ന് അഗ്രസീവ് ആവും. അപ്പോൾ അവരെ കൊണ്ടൊന്ന് കൊടുത്ത് നോക്കിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ ദിവസം ഞങ്ങൾ നേരത്തെ ക്രിബും ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിരുന്നു, പക്ഷേ സ്റ്റാർ ഇട്ടിരുന്നില്ല. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങളിട്ട സ്റ്റാറാണ്. അപ്പോൾ ഈ വർഷം അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അത് ആദ്യം ഒരു നെൽക്കതിരുണ്ടല്ലോ, അതിൻ്റെ അടുത്താണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് സ്റ്റാർ ഇങ്ങനെ കുറച്ചൊന്ന് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അനൂപ് ഇപ്പുറത്തെ സൈഡിൽ സ്റ്റാറും ഇട്ടു, നെൽക്കതിര് അവിടെ തന്നെ ഇടുകയും ചെയ്തു. സമയം ഇപ്പോൾ 9 മണിയായി. ഇപ്പോഴാണ് അനൂപ് അയൺ ചെയ്ത ഡ്രസ്സെല്ലാം കൊണ്ടുവന്നത്. ബാഗ് അവിടെ ഇരിപ്പുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. അനൂപ് ഇപ്പോൾ എന്തായാലും വരാമുള്ളൂ. അനൂപിൻ്റെ പാക്കിങ്ങിൻ്റെ കൂടെ ക്രിക്കറ്റ് കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനൂപ് എന്തായാലും ഇപ്പോൾ വരില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ. ഓൾമോസ്റ്റ് 11 മണി ആവാറായി. ഇപ്പോഴാണ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞത്. ബാഗ്, ഒരു ഡബിൾ ബാഗ് എൻ്റെ ബാഗ് എടുത്തിട്ടുണ്ട്. അനൂപിൻ്റെ ബാഗ് അനൂപ് പാക്ക് ചെയ്ത് ആ റൂമിൽ വെച്ചിട്ടുണ്ട്. ഫോണിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനൂപിന്. ഇപ്പോൾ വരും. ഇപ്പോൾ ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം. രാവിലെ എണീറ്റ് അമ്മയുടെ അടുത്ത് പോകണം. ഗുഡ് മോർണിംഗ്. 9 മണി കഴിഞ്ഞു. 9:30 ആവാറായി. ഞങ്ങളിനി നേരെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ചെടിക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കണം. അതും കൂടെ കഴിഞ്ഞിട്ട് അനൂപ് കുളിക്കാൻ കയറി. കുളിച്ചിറങ്ങിയ ഉടനെ ഞങ്ങൾ പോകും. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം ഞാൻ വെള്ളം കൊടുത്തു. ഈ കോർട്ട്യാർഡിൽ നിൽക്കുന്ന പ്ലാന്റ്സും ഉണ്ട്. പിന്നെ ഞാൻ അന്ന് സ്റ്റൈൽ പ്ലസിൽ നിന്ന് മേടിച്ചില്ലേ, അതും. പുതിയ കാലണ്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തൂക്കിയിട്ട് പോകും.
അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് ഞങ്ങൾ നേരെ അമ്പലമുക്കിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി. രാമേശ്വരത്ത് നമ്മൾ അഗ്നിസ്നാനം പിന്നെ കിണറിൽ നിന്നൊക്കെ 22 കിണറിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കുളിക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തോർത്ത് ആവശ്യമുണ്ട്. അപ്പോൾ പുതിയ തോർത്ത് തന്നെ കൊണ്ടുവന്ന് വിചാരിച്ചു. എനിക്കും അമ്മയ്ക്കും അനൂപിനും അനിയമ്മാമനും മൂളിയമ്മയ്ക്കും കൂടെ 2 തോർത്ത് ഈച്ച് പേഴ്സൺ 2 തോർത്ത് അങ്ങനെ മേടിക്കാനായിട്ട്. അനൂപ് അന്ന് നമ്മൾ അമ്മയ്ക്ക് സാരി എടുക്കാൻ വന്നില്ലേ, ആ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. 10-10:30 ആകുമ്പോൾ റെഡി ആയിട്ട് നിൽക്കുമോ? ഇല്ല, അനൂപ് വരണില്ല. അനൂപിന് കോളുണ്ട് 11 മണിക്ക്. ഓട്ടോയിൽ പോയിട്ട് വരാം. ഇല്ല ഓ ശരി ഓക്കെ. അമ്മയെ വിളിച്ചതായിരുന്നു. അമ്മയ്ക്ക് മസ്റ്ററിങ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഈ ഡിസംബറിലാണ് അത് ചെയ്യേണ്ടത്. ഞങ്ങളിനി വരുമ്പോൾ 21st ഒക്കെ ആവില്ല. അപ്പോൾ ഒരുപാട് ലേറ്റായി പോകും. അപ്പോൾ ഇന്ന് അനൂപിന് എന്തായാലും കോളുണ്ട്. അനൂപിന് 11 മണിക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് അനൂപ് വരണ്ട, ഞാനും അമ്മയും കൂടെ ഒരു ഓട്ടോ എടുത്ത് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വെള്ളയമ്പലത്തൊരു സബ് ട്രഷറി ഉണ്ടല്ലോ, അവിടെ പോയാണ് മസ്റ്റർ. പറഞ്ഞതുപോലെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മസ്റ്റർ ചെയ്യാനായിട്ട് പോവാണ്. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ അമ്മ റെഡിയായിട്ട് നിന്നു. ഞങ്ങളൊരു ഓട്ടോയിലാണ് പോയത്. അനൂപിന് മീറ്റിങ്സും കോൾസും ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ടാണ് പോയത്. ഇത് ഞാൻ അമ്മ അറിയാതെ വീഡിയോ എടുത്തതാണ്. അമ്മ വിചാരിച്ചു ഞാൻ എടുക്കുകയല്ല എന്ന് വിചാരിച്ചിട്ടിരുന്ന് പറയുകയാണ്. അനിമാമൻ അവിടെ ഒരു ആരോ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 22 കിണറിൽ നിന്ന് വെള്ളം കുളിക്കുന്ന അതൊക്കെ ഈസിയാക്കി തരാനായിട്ട് അവിടെ ആരോ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 മണിയായി. ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു സുപ്രീമിൽ നിന്ന്. അമ്മ കുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാരണം ഇനി കുക്ക് ചെയ്ത പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ സുപ്രീമിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനും അമ്മ ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അനൂപ് സ്റ്റിൽ ഓൺ കോൾ മീറ്റിങ്സ്. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് എത്തും. ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്തു. ഇനി എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അർബിനെ ബസ് ഒരു 4:30 ആകുമ്പോൾ വരും എന്നാണ് പറഞ്ഞപ്പോൾ 4:15 ആയി. അപ്പോൾ ഇതായിരുന്നു 2 ദിവസത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അഡിയോസ്.